എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026. Hierophant, Fool energy, Four of Cups, Queen of Pentacles, Devil moment, Eight of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഹൈറഫൻറ്റ് ആൻഡ് ഡെവിൾ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്തിടയ്ക്ക് കുറച്ച് അധികം സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കും, ജീവിതത്തിലൊരു ഗ്രിപ്പ് കിട്ടുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാസം കാണുന്നത്. അപ്പോൾ ഒരു ഫ്രീഡം ഫ്രം എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് എന്നുള്ളൊരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം അതൊരു തുടക്കമാണ് പല കാര്യങ്ങളുടെയും. കാരണം ഈ ഒരു എനർജി, ഫുൾ എനർജി, ഫാസ്റ്റ് ഗ്രോത്താണ് പിന്നീട് അങ്ങോട്ടേക്ക് കാണിക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ചൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻസ്, ഇപ്പോൾ ആൽക്കഹോൾ അതുപോലെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഇതിൽ നിന്ന് നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരികയാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സ്ഥിരമായിട്ട് നിങ്ങളെ ബാധിച്ചു, അതായത് ഒരു മൺടെയിൻ ലൈഫ് നിങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ സ്ഥിരം ഇത് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സർക്കാർ ജോലി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥിരം ഒരിടത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നു, ഒട്ടും ആക്റ്റീവ് അല്ല ഇങ്ങനെയൊക്കെ. അപ്പോൾ വർക്ക് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. മാറ്റങ്ങളുടെ തുടക്കമാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരും. യാത്രകൾ ചെയ്യുന്ന സമയമാണ്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ വാക്കിങ്ങിന് പോവുക, ചെറിയ രീതിയിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ വാക്കിങ്ങിന് പോയി തുടങ്ങും, എക്സസൈസ്, ജിമ്മ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങൾ, ഇപ്പോൾ ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, എന്തെങ്കിലും കളികളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബന്ധങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ് സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി, ഹൈറഫൻ്റ് എനർജി സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നൊരു സമയമാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ പറയില്ല ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബിസിനസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ബിസിനസ് ചെയ്യുന്ന. ബിസിനസ്സിൽ വേണ്ടുന്നൊരു പ്രോഫിറ്റ് കാര്യങ്ങൾ കിട്ടുന്നില്ല. കാരണം നിങ്ങൾ കാലത്തിനൊത്തല്ല നീങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന രീതികളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആകുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റഡ് ആകുന്ന രീതിയിൽ ജോലി സംബന്ധമായിട്ട് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അപ്പം അങ്ങനെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒരു എന്താ പറയുക, നിങ്ങളുടെ തന്നെ ഗുരു നിങ്ങളായി മാറുന്നു എന്നുള്ളത് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം, ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾ തന്നെ കൊടുക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ബന്ധങ്ങളിലും അതേപോലെ തന്നെ ചില ബന്ധങ്ങൾ ഒരു പവർ ബേസ്ഡ് ഡൈനാമിക്സ് ആയിരിക്കും അതിൽ. അതായത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി പറയുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ചലിക്കുന്ന ഒരു പാവയെ പോലെ മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ, അതിൽ മാറ്റം വരുന്നുണ്ട്. ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് പല പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അതായത് സ്ഥിരമായിട്ടുള്ള മോണോട്ടോണസ് ആയിട്ടുള്ളൊരു പാറ്റേൺ, അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത്
ഇവിടെ ചില ബന്ധങ്ങൾ കാണിക്കുന്ന റിലേഷൻഷിപ്പ്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയാണെന്നല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ ആ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ പഠിത്തത്തിലേക്ക് വീണ്ടും അധികം ശ്രദ്ധയോട് കൂടിയിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാകാം ചിലരെ സംബന്ധിച്ച്. മറ്റു ചിലരെ സംബന്ധിച്ച് എന്തൊക്കെയോ അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം എന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ച്. അതേപോലെ ഫുൾ എനർജി ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന എന്തോന്ന് തുടങ്ങി വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്വയം വിശ്വസിച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോബിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നിരുന്നാലും അത് ഒന്ന് ധൈര്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ, ഇനിഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങൾക്കൊരു ഭയം ഇതുവരെ ആയിരുന്നുവെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിത് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം, ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് സംഭവിക്കുന്നുണ്ടാവും, ഏതെങ്കിലും സാഹചര്യവശാൽ ഇന്ന ആളായിട്ട് സംസാരിച്ചത് ശേഷം, അല്ലെങ്കിൽ ഇന്നൊരു സാഹചര്യം നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ശകുനങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എന്തോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. അത് നിങ്ങളുടെ ആ ഒരു വലിയൊരു ജേണി, ആ ഒരു എപ്പിക് ജേണിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുന്നൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ആദ്യത്തെ ആ ഒരു വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഫസ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് കഴിയുമ്പോൾ മുന്നോട്ടേക്ക് പോകുന്തോറും നിങ്ങൾ മനസ്സിലാവും, നെക്സ്റ്റ് സ്റ്റെപ്പ് തെളിഞ്ഞ് വരാൻ തുടങ്ങും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് റെഡി ഫോർ ആൻ അഡ്വഞ്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സാഹസിക യാത്രയ്ക്ക് ഒരു തുടക്കമാണ്. നിങ്ങൾ ഒത്തിരി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംബന്ധിച്ച്. ഇപ്പോൾ ഇതുവരെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരാണ് നോക്കിയിരുന്നതെങ്കിൽ നിങ്ങൾ സ്വയം ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആവുകയാണ്. നിങ്ങൾ മെറ്റീരിയൽ അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്, അതായത് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ പൊതുവേ വളരെയധികം ഹാപ്പി ആകുന്ന ഒരു സമയമാണ്. അതേപോലെ ഫാമിലിക്ക് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിരിക്കാം, മൊത്തത്തിൽ നമ്മൾ ജനറലി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതായത് ഒരു സെൽഫിഷ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയമാണ്. അത് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രെസ്സൊക്കെ കുറയുന്നുണ്ട്, കാരണം നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട് കൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നു, ഈ മാസത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ലെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ലെവലിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു പൊസിഷനിലേക്ക് ഫിനാൻഷ്യലി, സാമ്പത്തികമായിട്ടും, അത് കൂടാതെ ജോലിയിലും ചിലപ്പോൾ അടുത്ത ഫേസിലേക്ക് പോകുന്നുണ്ടാവാം. പിന്നെ ഫിനാൻഷ്യലിയും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. പോസിറ്റീവ് മെസ്സേജാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി. അതേപോലെ ഫൂൾ കാർഡ് ആൻഡ് 8 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഈ പറയുന്ന നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ജൂലൈ തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ജൂലൈ അവസാനിക്കുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും, സാമ്പത്തികമായിട്ട്, ജോലി സംബന്ധമായിട്ടും. പിന്നെ ചില ബന്ധങ്ങൾ വിട്ടുകളയുന്നു, ചില ബന്ധങ്ങൾ മുറുകെ പിടിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന്, പല കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന സമയമാണ്. ഒത്തിരി യാത്രകൾക്ക് പോകാൻ പറ്റുന്ന സന്ദർശനങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതേപോലെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അങ്ങനെയുള്ള യാത്രകളോ ഒക്കെ സാധ്യമാക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് 4 ഓഫ് കപ്സ് ആൻഡ് ഡബിൾ മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി 4 ഓഫ് കപ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഫ്രസ്ട്രേഷനും മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്, ദൈവികമായിട്ടുള്ള ഈശ്വരീയമായ ചിന്തകൾ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുമ്പോൾ ആ നേട്ടം അത് അവിടെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് അടുത്ത ഫേസിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൈകളിലാണുള്ളത്. സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടുന്നത് പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജൂലൈ നിന്ന് ഓഗസ്റ്റിലേക്ക് കടക്കുമ്പോൾ ജൂലൈനേക്കാൾ കുറച്ചുകൂടി മികച്ച സാമ്പത്തിക നേട്ടത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരൊക്കെ ഒരു കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.